ഹായ് എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ മൈദയോ ഈസ്റ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ചപ്പാത്തിയും മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിനി പിസ്സയാണ്. അപ്പം നല്ല അടിപൊളി പിസ്സ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനായിട്ട് നമുക്ക് ചപ്പാത്തിയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 2 ചപ്പാത്തി എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരേ സൈസിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മുട്ട. മുട്ടയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, 2 or 3 എണ്ണം വേണമെങ്കിൽ എടുക്കാം. പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത്, ഇപ്പോൾ ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും അങ്ങനെ കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും ഇറ്റാലിയൻ സീസണിങ്ങും വേണം. ഇതിന് പകരം പിസ്സ സോസ് ഉപയോഗിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തു വെച്ച ഒരു മുട്ടയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 or 3 മുട്ട വെച്ചിട്ട് വേണമെങ്കിലും ഇത് റെഡിയാക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഒത്തിരി മുട്ടയുടെ ഒരു ടേസ്റ്റ് വരാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ടൊമാറ്റോ സോസിലോട്ട് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് പകരം പറഞ്ഞ പോലെ പിസ്സ സോസ് എടുത്താലും മതി. ഇതിനൊന്നും അങ്ങനെ കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ആ ഒരു ഫ്ലേവറൊക്കെ എത്ര ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് സീസണിങ് കൂടുതലൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ സോസും ഇഷ്ടം പോലെ ചേർത്താൽ മതി. അധികം സോസ് ഇഷ്ടമില്ലാത്തവർ അളവ് കുറച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി. പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാൻ ഈ പാനിലാണ് പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്, കാരണം അടിയിൽ പിടിക്കാതിരിക്കും. അപ്പോൾ ഈ പാനിലോട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിൽ ഫുള്ളായിട്ട് എണ്ണ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ അടിച്ചു വെച്ച മുട്ട ഒഴിക്കാം. മുട്ട ഫുള്ളായിട്ട് ഒരുപോലെ ആ താഴെയെല്ലാം ഒരുപോലെ തന്നെ ആവുന്ന രീതിയിൽ അങ്ങ് ചുറ്റിച്ച് വയ്ക്കാം. ഇനി ഈ മുട്ട അധികം കുക്കാവുന്നതിന് മുന്നേ തന്നെ ഒരു ചപ്പാത്തീൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഈ മുട്ട നന്നായിട്ട് വേവും കേട്ടോ, കാരണം ഇനിയും ഒരു 5 മിനിറ്റോളം നമ്മളത് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും. വേവാത്ത മുട്ടയാണെന്ന് വിചാരിക്കേണ്ട. ഇത് നമ്മളിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വെക്കുന്നത് ഈ ചപ്പാത്തിയും മുട്ടയും കൂടി നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അത് ഇളകിപ്പോവും. അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഈ തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് മുട്ട വെന്തതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെക്കുന്നതെങ്കിൽ ഇത് രണ്ടും തമ്മിലങ്ങ് ഇളകിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ട തിരിച്ചിട്ടു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്തൊക്കെ ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഇട്ടാൽ മതി. ഇതിൻ്റെ ടോപ്പിംഗ് അല്ല, ഈ ചീസിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും അടുത്ത ചപ്പാത്തി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചപ്പാത്തിയും മുട്ടയും കൂടി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ചീസ് ഇട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ചീസ് ഉരുകി കഴിയുമ്പോൾ അത് തമ്മിലങ്ങ് ഒട്ടിയിരിക്കും. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും പല ലെയറായിട്ട് ഇളകി വരത്തില്ല. അപ്പം നല്ലൊരു ബേസായി. 2 ചപ്പാത്തിയും ഇടയ്ക്ക് മുട്ടയും ചീസും വരുന്നൊരു പിസ്സയുടെ ബേസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വെച്ച അവസാനം വെച്ച ചപ്പാത്തി താഴത്തെ ലെയറായിട്ട് വരുന്ന രീതിയിൽ ആയിരിക്കണേ. അപ്പോൾ അത് ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എടുത്തു വെച്ച പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സോസിൻ്റെ ഒരു പുളി ഉണ്ടല്ലോ, അത് ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല, അങ്ങനെയുള്ളവർ കുറച്ച് ചേർത്താൽ മതി. ഒഴിവാക്കരുത്, കുറച്ചെങ്കിലും ചേർക്കണം. പിന്നെ ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ വെറുതെ ടൊമാറ്റോ സോസ് മാത്രം ഉപയോഗിച്ചും ഇത് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് മുട്ട ഇങ്ങനെ പുറത്തേക്ക് ഫ്രൈ ആയിരിപ്പുണ്ടല്ലോ, അതങ്ങ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ആ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് അങ്ങ് ഇളകി വരും. ഇത് കളയണ്ട, അതിൻ്റെ മുകളിൽ ഇതുപോലെ ടോപ്പിംഗ് ആയിട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇടാം. ആവശ്യത്തിന് ചീസ് ഇടാം. ഇതിപ്പോൾ മൊസറല്ല ചീസാണ്. നമ്മൾ പിസ്സയ്ക്ക് സാധാരണ മൊസറല്ല ചീസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉള്ള ഏത് ചീസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കോ തക്കാളിയും വെക്കാൻ പോവാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഒക്കെ വെക്കാം. ചിക്കൻ ചെറിയ പീസുകളായിട്ട് ഫ്രൈ ചെയ്തതോ പനീറോ അങ്ങനെ എന്ത് വേണേലും വെക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒക്കെ യൂസ് ചെയ്യാം.
എൻ്റെ കയ്യിൽ ഇത് രണ്ടുമാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഏറ്റവും ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ ചീസ് ഫുള്ള് നന്നായിട്ട് മെൽറ്റായി വരണം. ക്യാപ്സിക്കൊക്കെ ഒന്ന് പാടുകയും വേണം. ഏറ്റവും ചെറിയ തീയിൽ വെക്കാം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ താഴെ ചപ്പാത്തിയാണ്, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അപ്പോൾ നല്ല കട്ടിയായി പോകും. ചെറിയ തീയിൽ തന്നെ വെക്കാനായിട്ട് നോക്കണം. തീ കൂടുതലുണ്ടെങ്കിൽ ഒരു ദോശപ്പാനോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ചാലും മതി കേട്ടോ. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പാൻ താഴെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെക്കാം. അപ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കും. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ അതേ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഒരു 2-3 മിനിറ്റേ എടുത്തുള്ളൂ, അപ്പോഴേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നു. അപ്പോൾ ഇത് നമുക്കിനി പാനൊന്ന് മാറ്റാം. ഇതൊരു ചെറിയ സൈസിലുള്ള പിസ്സയാണ്. നിങ്ങൾ വലിയ ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ മുട്ടയുടെ എണ്ണം ഒരു 2-3 മുട്ട എടുത്ത് കുറച്ച് വലിപ്പത്തിന് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വലിയ പിസ്സ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മിനി പിസ്സയാണ് കേട്ടോ. ഒരു 5-6 പീസ് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പിസ്സയാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു മുട്ടയല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ മുട്ടയുടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഈ പിസ്സയിൽ അറിയാൻ പറ്റത്തില്ല. ഇനി മുട്ട ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. 2 ചപ്പാത്തിയുടെ ഇടയിൽ ചീസ് ഇട്ട് മെൽറ്റ് ചെയ്ത് എടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പിസ്സ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.